ഞാനാ കരുണനാ. മനസ്സിലായി. താൻ പുറത്തു കിടന്നായിരുന്നോ? അയ്യോ കടന്നു സാറേ. തല കെട്ടൊക്കെ ഉണ്ടല്ലോ. ഇത് ജയിലിൽ നിന്ന് കിട്ടിയതാണോ അതോ പുറത്തിറങ്ങി കിട്ടിയതാണോ? സാറേ ജയിലിൽ കിടന്ന ഇതുപോലെ പരുക്കൊന്നും പറ്റുകയല്ല. അവിടെ സുരക്ഷിതവാ. പുറത്താണ് സാറേ പ്രശ്നങ്ങൾ മുഴുവൻ. ഇന്നലെ രാത്രി ഏതോ ഒരുത്തം പറ്റിച്ച പനിയാ. എനിക്ക് മാത്രമല്ല ലാവനും കിട്ടിയിട്ടുണ്ട്. ആ കാശണ്ടിക്ക് വിശ്വന്. രണ്ടുപേരും പരസ്പരം തലതള്ളി പൊളിച്ചതാണോ? അയ്യോ അല്ല സാറേ. അല്ല താൻ നേരത്തെ പരോളിൽ ഇറങ്ങിയപ്പോഴാണല്ലോ അയാളുടെ തല പൊട്ടിയത്. അത് താനാണോ ചെയ്തതെന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. സാറേ ഞാനല്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ വീട്ടിലെത്തിയിട്ട് എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ. ജീവിതം കൈവിട്ടു പോയ അവസ്ഥയില്ല. മൊത്തം കുളവായി കിടക്കുക. സാറിന് സുഖമാണല്ലോ അല്ലേ? താനൊക്കെ ജയിലിൽ പോയോണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അല്ലെങ്കിലും സാറിനും കാർത്തൂനും കണ്ണനും ഒക്കെ എന്നും നല്ലതേ വരൂ. നിങ്ങളൊക്കെ നന്മ മാത്രം ചെയ്യുന്നവരാ. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങളെപ്പോലുള്ളവരല്ലേ കൂട്ടത്തിൽ കൂടുതല്. പിന്നെ എന്ത് നന്മ ചെയ്താലും അതൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ നിങ്ങളെപ്പോലുള്ളവരൊക്കെ മതിയല്ലോ. സാറേ എന്റെ ജീവിതത്തിൽ 3 പാഠങ്ങളുണ്ട്. പാഠം 1 എന്റെ കനകേച്ചി ഒത്തുള്ള എന്റെ കുട്ടിക്കാലം. പാഠം 2 എന്റെ കല്യാണം കഴിഞ്ഞ കാലം. സുധാമണി എന്ന ഒരുത്തിയെ കെട്ടിയതിന് ശേഷമുള്ള കാലം. പണക്കാരനായ കാവിശ്ശേരി കരുണന്റെ കാലം. പാഠം 3 ജയിലിൽ പോയ ശേഷം പാപ്പരായി വന്ന വെറും കരുണന്റെ പുതിയ കാലം. സാറേ പാഠം ഒരുപാട് പഠിച്ചു. അമ്മയും മോളും ഇപ്പൊ മത്സരിക്ക അന്യന്റെ തോളെ തൂങ്ങാൻ. ചെയ്ത പാപങ്ങൾ അതുപോലെയാണല്ലോ. അതിനൊക്കെ പിഴ കൊടുക്കാതെ ഇവിടുന്ന് പോവാൻ പറ്റുമോ? സാറ് പറഞ്ഞത് 100% സത്യ. ആ മൺവെട്ടി കൊണ്ട് ഞങ്ങളുടെ ആരും തലയ്ക്ക് അടിക്കല്ലേ പരോളുകാരാ. തലമണ്ടയ്ക്ക് അടിക്കും. കണ്ണന്റെ തറവാട്ടി ഇപ്പൊ താമസിക്കുന്നവരുടെ. ഡോക്ടർ ഉണ്ണി ഇപ്പൊ കർഷകനാകാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ദോഷം പറയരുതല്ലോ. അതിലും 100% അവൻ പരാജയ. അവൻ എങ്ങനെയാ ഓരോന്നിന്റെ മൂടഴുക്കി കളയാന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. എന്റെ ദീപ, നിനക്ക് എന്റെ മോളെ ഒന്ന് വിളിച്ചോണ്ട് പൊക്കൂടായോ? എന്നിട്ട് അവനെങ്കിലും ഒന്ന് രക്ഷിക്കടാ. നിങ്ങളുടെ മോളെ ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് ഉണ്ണിയെ രക്ഷിക്കാം. അപ്പൊ എന്റെ കാര്യോടോ? എടാ നിന്നെ പോലെ ഒരാണിന്റെ ഒപ്പവേ അവൾ അടങ്ങി ഒതുങ്ങി ജീവിക്കൂ. പരോൾ എത്ര ദിവസമുണ്ട്? കുറച്ചു ദിവസമേ ഉള്ളൂ പാപ്പാ. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് എന്റെ തറവാട്ടിലോട്ട് പോണം. ഇപ്പൊ ജയിലാണല്ലോ എന്റെ തറവാട്. അവിടെയുള്ള സുഖം പുറത്തില്ല. സ്നേഹിക്കാൻ പുറത്ത് ആൾക്കാരില്ലെങ്കിൽ ജയില് തന്നെ നല്ലത്. എന്നാ എന്റെ കാര്യം മറിച്ചായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായിരുന്നു. വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട്? വീട്ടിൽ പോയതിന്റെ തലയെ കാണുന്ന ഈ കെട്ട്. ഓ അതാ വിശ്വന്റെ തലയിലുണ്ടല്ലോ. ദേ പാപ്പാ, അവന്റെ പേര് മാത്രം പറയരുത്. ദേ കുഞ്ഞുനാളെ മുതൽ പപ്പനും കണ്ണനും സുഹൃത്തുക്കളാ. അതുപോലെ ആയിരുന്നു ഞാനും അവനും. ദേ കണ്ണൻ ജയിലിലേക്ക് പോയപ്പോ നീ അവന്റെ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് നിന്നെങ്കിൽ, ഞാൻ ജയിലിൽ പോയപ്പോ എന്റെ ഭാര്യയെ അടിച്ചു മാറ്റാനാ അവൻ ശ്രമിച്ചത്. ഞാൻ ജയിലിലേക്ക് പോയ കാര്യമൊന്നും നിങ്ങൾ കൂടുതൽ പറയണ്ട. അന്ന് പവിത്രയെ കാണാൻ എന്റെ തറവാട്ടിൽ ആള് വരുന്നു എന്നും പറഞ്ഞ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മോളും പവിത്രയും കാർത്തൂനെയും ഏതെല്ലാം രീതിയിലാ ദ്രോഹിച്ചേ. പവിത്രയെ കാണാൻ മറ്റാരുമല്ല, ഞാൻ വരുന്നെന്നാ പറഞ്ഞുണ്ടാക്കിയത്. പറഞ്ഞതൊന്നും പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാ. അതിന് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ലോകത്തൊരാൾക്കും ഇതുപോലൊരു ഭാര്യയും മോളെ കിട്ടത്തില്ല. ഈ പറമ്പ് നിങ്ങളുടെ പറമ്പായിരുന്നു. അറിയാം മോനെ, ഞാൻ എന്റെ മോക്ക് പൊന്നും വിലയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത പറമ്പ. അത് ദീപം വിലയ്ക്ക് വാങ്ങിയെന്നാ അവൾ എല്ലാരോടും പറയുന്നത്. പക്ഷെ സത്യം എനിക്കറിയാം. നിന്നോടുള്ള സ്നേഹം കൂടിയപ്പോ അവള് നിനക്കിത് ദാനമായിട്ട് തന്നതാ. അതിലെനിക്ക് ഒരു വിഷമവും ഇല്ല. കണ്ണന്റെ തറവാട് ഞാൻ വെട്ടിപ്പിടിച്ചു. എന്നാ അതിനു പകരം ഇരട്ടിയായി ദൈവം ഇവനെല്ലാം കൊടുത്തോണ്ടിരിക്കുക. മോള് കാർത്തൂനെ കൊല്ലാൻ നോക്കിയതാ. അത് കാർത്തൂനും അറിയാം. എന്നിട്ടും അവയവദാനം നടത്തിയെങ്കിൽ അത് കാർത്തൂന്റെ വലിയ മനസ്സാ.
അത് കാണാൻ മോളുടെ ചേച്ചിക്ക് കഴിയില്ല. ഇപ്പോഴും അവള് കാർത്തു സഹായിച്ചതിനെ വിമർശിച്ചുകൊണ്ട് നടക്കുക. എനിക്ക് മകളെ പോലെ കാർത്തു, മഞ്ജുവിനെയും നിന്നെയും പോലെ തന്നെ. ഇപ്പോ സ്നേഹം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മോള് ചേർന്ന് നിൽക്കേണ്ടത് തെറ്റായ ഉപദേശങ്ങൾ തരുന്ന മഞ്ജുവായിട്ടല്ല, കാർത്തൂനെയാണ് മോൾ അനുകരിക്കേണ്ടത്. ആ കുട്ടിയുടെ സ്വഭാവമാണ് പകർത്തേണ്ടത്. ഒരിക്കലും മഞ്ജുവിന് കാർത്തു ആവാൻ കഴിയില്ല. അരുൺ മോളെ ഒഴിവാക്കിയിട്ട് കാർത്തുവിനെ വിവാഹം കഴിച്ചെങ്കിൽ അതിന് കാരണം അവളുടെ സ്വഭാവം തന്നെയാണ്. കാർത്തു വീട്ടിലേക്ക് വരും മോളെ കാണാൻ. ആ സമയത്ത് മോള് കാർത്തുവിനെ 2 കൈ നീട്ടി സ്വീകരിക്കണം. അതുപോലെ മഞ്ജു ഇനി തെറ്റായ ഉപദേശങ്ങളുമായി വന്ന അതിനൊന്നും ചെവി കൊടുക്കാതെ അവളെ ഒഴിവാക്കുകയും വേണം. എല്ലാവരും അവോയ്ഡ് ചെയ്താലേ അവളുടെ സ്വഭാവത്തിന് മാറ്റം വരൂ. ഞാൻ പോയി ബില്ലടിച്ചിട്ട് നഴ്സിനെയും കൂട്ടി വരാം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ. ഞങ്ങളെ 2 ആളിന്റെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പാ. ഇനി മഞ്ജു ചേച്ചി പറഞ്ഞതില് എന്തെങ്കിലും സത്യം ഉണ്ടാവോ? അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തെ ഞങ്ങളെ മറന്നിട്ട് അമ്മ എന്തുകൊണ്ടാ കാർത്തൂനെ ഇത്രയധികം സ്നേഹിക്കുന്നത്? സൂക്ഷിച്ചു നോക്കുവൊന്നും വേണ്ട. ഞാൻ തന്നെയാ കാവിശ്ശേരി കരണൻ, കണ്ണന്റെ മാമൻ. തല ഒന്ന് മുറിഞ്ഞായിരുന്നു, അതാ തലയിൽ ഈ കെട്ട്. പെട്ടെന്ന് മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞേനെ. താൻ ജയിലിൽ നിന്ന് പുറത്തു കിടന്നോ? പരോളില്ല. ഓ, അരുൺ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടായിരുന്നു. ആ, ആഹാ. അയ്യോ, മോളെ കണ്ട ഇപ്പൊ മനസ്സിലാകത്തില്ല കേട്ടോ. അതുപോലെ മാറിയിട്ടുണ്ട്. അല്ല, മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ മുഖത്തിന് ഐശ്വര്യം കൂടും. അവിടെ കുറെ എണ്ണം ഉണ്ട് മതിലകത്ത്. മുഖത്ത് നോക്കി ആ കാർമേഘം ഹതിച്ചതുപോലെയാ. കണ്ണനെയും പപ്പനെയും ഒക്കെ കണ്ടിട്ടാ വരുന്നത്. നേരെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയതാ. പിന്നെ ഇവിടെ കയറി മോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. കരുണമാമൻ കയറിയിരിക്കെ. അരുൺ ഇവിടെ ഇല്ല. വരട്ടെ, എനിക്കൊരു ധൃതിയുമില്ല. കണ്ടിട്ടേ പോകുന്നുള്ളൂ. കരുണമാമ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല മോളെ, നല്ല വിശപ്പുണ്ട്. 10-12 മണിയേ ആയിട്ടുള്ളെങ്കിലും ഊണ് കാലമായെങ്കിൽ കഴിക്കാം. കറികളൊന്നും റെഡിയായി. പിന്നെ വന്നതേ വേറൊന്നിനും വേണ്ടി അല്ല. അവിടെ ഒരുത്ത കൃഷിപ്പടി തുടങ്ങി. ചീനിക്കമ്പും പയറും പാവലും ഒക്കെ നട്ടു നനച്ചോണ്ടിരിക്കുക. ചിലതൊക്കെ മുളച്ചു, മറ്റു ചിലതൊക്കെ നശിച്ചു. ആ, മുളച്ചതാണെങ്കിലേ ഒരുമാതിരി നാണം കുണിങ്ങി നിൽക്കുക. മുകളിലോട്ട് അങ്ങ് വരുന്നില്ല. സാറ് കണ്ണനുള്ളപ്പോ പറമ്പിലോട്ടൊക്കെ വരുമായിരുന്നല്ലോ, അതുപോലൊന്ന് വന്നാ നന്നായിരുന്നു.
മതിലകൻ തറവാടിന്റെ പറമ്പിലേക്ക് ഞാൻ വരാനാ. അവിടെ ആ മണ്ണിനെ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഞാൻ ഇപ്പോഴും പോവാറുണ്ട്. കൃഷിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മരുമകൻ കർഷകനല്ലല്ലോ, ഗതികേട് കൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങിയവനല്ലേ. അവൻ എന്ത് നട്ടാലും അത് മുളക്കില്ല. അത് സാറ് പറഞ്ഞത് 100% സത്യം. പിന്നെ വെറുതെ എന്തെങ്കിലും പണി ചെയ്യുന്നു എന്ന് പറയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? കാത്തു ഉണ്ടാക്കിയതല്ലേ, മോശം വരുവോ? ഇയാൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരുക്കുക? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഒരുക്കി കൊടുക്കാൻ ഞാൻ എന്താ? അയ്യോ, ഇപ്പൊ വേണ്ട. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് വരാം. വന്ന് സഹായിക്കണ്ട. ഭക്ഷണത്തിന് മുമ്പ് ഇന്ന് എഴുന്നേപ്പിച്ച് വിട്ട് ശീലമില്ല. അതുകൊണ്ടാ കൂടുതലൊന്നും ഞാൻ പറയാത്ത. ജയിലിൽ നിന്ന് വന്നത് ഇനി ആരുടെങ്കിലും ജീവനെടുക്കാനാണെങ്കിൽ തല്ലിക്കൊല്ലേ ഉള്ളൂ തന്നെ ഞങ്ങൾ എല്ലാരും കൂടി. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ സാറേ. എന്റെ ചീത്ത സ്വഭാവങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടല്ലേ ഞാൻ ജയിലിലേക്ക് പോയത്. ഇനി നിങ്ങളുടെ ഗ്രൂപ്പാ ഞാൻ. അയ്യോ മതിയാക്കിയോ? അയ്യോ, വയറ് നിറഞ്ഞു മോളെ. രണ്ടാമതും ഞാൻ ചോറിട്ട് കഴിച്ചായിരുന്നു. ഞാൻ പറഞ്ഞതാ സൽക്കരിക്കണ്ടെന്ന്, മോള് കേട്ടില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സൽക്കാരം സ്വീകരിച്ചിട്ട് എല്ലാം ഒരുക്കി കൊടുത്തവരെ ഒതുക്കാതിരുന്നാ മതി. കേട്ടു കേട്ടു, പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു. സാറേ, അങ്ങനെ തന്നെ പറയണം. കാരണം കാർത്തു അതുപോലെ പാവമാ. ആൾക്കാരുടെ കള്ളത്തരം മനസ്സിലാക്കാൻ കഴിയാത്ത കൊച്ച. അതുകൊണ്ട് സാറ് കുഞ്ഞിന്റെ ആ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം. ഇനി എങ്ങോട്ടാ പോകുന്നേ? എന്റെ വീട്ടിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും പോണം. അതെന്താ, ഭാര്യയും മോളെയും മരുമോനൊക്കെ അത്രയ്ക്കങ്ങ് വെറുത്തോ? അയ്യോ സാറേ, അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. അവളുമാർക്കൊപ്പം കഴിയുന്നതിനേക്കാൾ ഭേദം വല്ല കൊടുങ്കാട്ടിലും പോയി കിടക്കുന്നതാ. കുഴപ്പമില്ല, മുല്ലപ്പെരിയാറൊക്കെ റെഡിയായിട്ട് നിപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഒരുത്തിയുടെയും അഹങ്കാരമൊന്നും അധികകാലം നിലനിൽക്കത്തില്ല. മോളെ വേണ്ട വേണ്ട, ചായ ഒന്നും ഇടണ്ട. സമയം 12 ആയുള്ളൂ. അതിന് ചായ ഇടുന്നെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അല്ല, കൊച്ചിന്റെ സ്വഭാവ ചാടിക്കയറി ഇട്ട് കളയും. എന്നാ പിന്നെ സാറേ, പോയിട്ട് വരാം. പോയാ മതി, വരണ്ട. സാർ അങ്ങനെ പറഞ്ഞാലും ഞാൻ വരും. നല്ലവരുമായിട്ട് സഹകരിക്കണം, അവരെ കാണണമെന്ന് മാത്രമാണ് ഇപ്പൊ എന്റെ ചിന്ത. അതുകൊണ്ട് അത്തരക്കാരെന്റെ കരണത്തടിച്ചാലും ഞാൻ കേറി വരും. എന്നാ പിന്നെ പോട്ടെ. അതെ, ഈ പരിപാടിയൊക്കെ നിർത്തിക്കൊള്ളണം. വെറുതെ അപകടത്തെ വീട്ടിലോട്ട് വിളിച്ച് കയറ്റരുത്. പോട്ടെ സാറേ. സുഹൃത്തിനെ വഞ്ചിക്കുന്ന ചതിയാ. നീ ഒരു കാലത്തും രക്ഷപ്പെടില്ലടാ. ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് ജയിലിലേക്ക് പോകും. ഭാര്യയ്ക്ക് ബാധ്യത ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവൾ എങ്ങനെ ജീവിക്കോടാ? നീ ഉണ്ടല്ലോടാ ഇവക്ക് ജീവിതം കൊടുക്കാൻ. നീ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാൻ പരോള് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നീ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇവളെ കൊണ്ടുപോവാ. ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തരാം. നിർത്തണം. നോണം കെട്ട സംസാരത്തിന് നാവ് കൊണ്ടല്ല കോഴി കൊണ്ടാ മറുപടി പറയേണ്ടത്.
നീ പറഞ്ഞത് വളരെ ശരിയാടി. പക്ഷേ എന്റെ കൈയും കാലും കൂട്ടിക്കെട്ടിയില്ലേ? നീ അനുഭവിക്കുവടാ കാഷണ്ടി. ഇതിനൊക്കെ നീ എണ്ണി എണ്ണി സമാധാനം പറയേണ്ടി വരും. മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ട് ഒരാൾ. കാണുന്നുണ്ട് നിന്റെ ഭാര്യയുടെ കഷ്ടപ്പാട്. മോളിലിരുന്ന് ഒരാൾ മാത്രമല്ല, ഞാനും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, ഇവളുടെ ഒരു സമാധാനത്തിന്. തനിക്കിത് എന്തിനു കേടാ മനുഷ്യ? താൻ എഴുതിയിൽ എണ്ണ ഒഴിക്കുവാണോ? എന്നിട്ടും അങ്ങോട്ട് ആളി കത്തുന്നില്ല. സാരമില്ല, സമയമുണ്ടല്ലോ, ആളി കത്തിച്ചോളാം ഞാൻ. ഉണ്ണിക്കണ്ണന് മുമ്പില് കാഴ്ചദ്രവ്യങ്ങളൊരുക്കി കണി കാണുന്ന മുഹൂർത്തമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമാ. ഇത്തവണത്തെ വിഷുവിന് നിങ്ങൾ 3 കൊച്ചുമക്കളും വിഷുക്കണിയുടെ പിന്നിലുണ്ടാവണം, മുത്തശ്ശന് കണി കാണാൻ. ഞങ്ങള് 2 കൊച്ചുമക്കളല്ലേ ഉള്ളൂ മുത്തച്ഛന്. കാർത്തുവും ഇപ്പൊ എന്റെ കൊച്ചുമോള് തന്നെയാ. കാർത്തൂനെ അവളുടെ അമ്മ കാട്ടിലെറിഞ്ഞതല്ലേ? അങ്ങനെയുള്ളവർക്ക് വേറെ അമ്മയും മുത്തശ്ശനൊക്കെ കാണില്ലേ? പ്രസവിച്ച ഉടനെ സ്വന്തം കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടിട്ടത് കാർത്തൂന്റെ അമ്മയാണെങ്കിൽ അവർ ഈ ലോകത്തേക്കും വെച്ച് ഏറ്റവും മോശ സ്ത്രീ ആയിരിക്കില്ല മുത്തശ്ശ? അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഓരോരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ കൊണ്ടതൊക്കെ ചെയ്യിക്കുന്നത്. മുത്തശ്ശൻ അവരെ ന്യായീകരിക്കുകയാണോ? നമുക്ക് അന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ, പിന്നെ ഒരാളെ പഴിക്കുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സാഹചര്യം എന്തായാലും ഒരമ്മയും മക്കളെ കാട്ടിലെറിയില്ല. അങ്ങനെ എറിഞ്ഞു കളഞ്ഞ പിന്നെ ആ അമ്മ ജീവിച്ചിരിക്കേയില്ല. മോൾ അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. കാർത്തു ഇന്ന് അനാഥയല്ല. സ്വന്തം അമ്മ കാർത്തുവിനെ കാട്ടിലെറിഞ്ഞെങ്കിലും കാർത്തു ആരോരും ഇല്ലാത്തോളായിട്ടുമില്ല. അന്നു മുതല് കാർത്തുവിന് തുണയ്ക്ക് ആളെത്തി. ദൈവാധീനമുള്ള കുട്ടിയാ കാർത്തു. അങ്ങനെയുള്ളവരുടെ ചരിത്രമൊന്നും നമ്മൾ ചകഞ്ഞു നോക്കണ്ട. അവരെ പരമാവധി സ്നേഹിക്കണം. അവർക്കൊപ്പം ചേർന്ന് നിന്നാൽ നമുക്കും അതുകൊണ്ട് ഗുണങ്ങളെ ഉണ്ടാവൂ. ശരിക്കും മാളതിനോട് സ്നേഹത്തിലാണോ സംസാരിച്ച പെരുമാറിയൊക്കെ? അതെ. അങ്ങനെയാണെങ്കിൽ താൻ എനിക്കൊപ്പം വരേണ്ടതാണല്ലോ. എന്നേക്കാൾ മുന്നേ അവിടെ പോകാൻ തിടുക്കം കാട്ടേണ്ടതാണല്ലോ. നമ്മള് 2 പോയാ പിന്നെ അമ്മ ഇവിടെ തനിച്ചല്ലേ? എടോ, എത്രയോ തവണ അമ്മ അങ്ങനെ തനിച്ചു തന്നിരിക്കുന്നു. ഇനിയിപ്പൊ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അമ്മയെ കണ്ണേട്ടനെ വീട്ടിൽ വിട്ടാ പോരെ? ഇതിപ്പോ അതും അല്ലെങ്കിൽ പവിത്രടുത്തിയോടോ കണ്ണേട്ടന്റെ അമ്മയോടോ പറഞ്ഞ് അവരോടോ നിക്കില്ലേ? ഇന്ന് ഏതായാലും സാറ് പോയിട്ട് വാ. നമ്മളവിടെ ചെല്ലുമ്പോ മഞ്ജു എടുത്തി ഉണ്ടെങ്കിൽ ഏടത്തേക്ക് ഞാൻ ചെല്ലുന്ന ഇഷ്ടപ്പെടില്ല. എടോ, മാളൂനും അപ്പച്ചിക്കും താൻ അവിടെ ചെല്ലുന്ന ഇഷ്ടമാണെങ്കിൽ പിന്നെ ആരുടെ മുഖം താൻ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഏട്ടത്തെ കാർത്തൂന് പേടിയാണെങ്കിൽ അവരവിടെ ഉണ്ടോന്ന് വിളിച്ചു വെച്ചിട്ട് പോവാം. ഏതായാലും അപ്പച്ചിയായിട്ട് ശത്രുത ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും അധികം പോകാനുള്ള സാധ്യതയില്ല. എങ്കിലും ഞാനവിടെ ചെന്നെന്നറിഞ്ഞാ ഏടത്തേക്ക് അത് രസിച്ചൊന്നും വരില്ല. എടോ, മറ്റുള്ളവരുടെ രസവും രസക്കേടൊക്കെ നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ പോകേണ്ടടുത്ത് പോണം, കാണേണ്ടവരെ കാണണം. ഏതായാലും ഇന്ന് മാളുവിനെ കാണുമ്പോ സത്യം അറിയാം. ഐസിയുയിൽ വെച്ച് മാള് തന്നോട് എങ്ങനെ പെരുമാറിയെന്ന്. അയ്യോ, അതൊന്നും ചോദിക്കണ്ട. എടോ, ഞാനതൊന്നും ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ തന്നെ ഇഷ്ടമാണെങ്കിൽ അത് ഇങ്ങോട്ട് പറയുമല്ലോ. കാർത്തു ഒരു പാവ. കരള് ദാനം ചെയ്ത മാത്രമല്ല, അയാളിപ്പോ പ്രാർത്ഥിക്കുന്ന അത്രയും മാളുവിന് വേണ്ടിട്ടാ. അയാൾക്ക് വേണ്ടി അയാൾ ദൈവങ്ങളോടൊന്നും പറയാറില്ല. നമുക്കൊക്കെ വേണ്ടി തന്നെ ദൈവങ്ങളെ കാണാൻ പോകുന്നത്. ആ മനസ്സ് മാളു അറിയണം. എന്നിട്ട് സ്വന്തം ചേച്ചിയെ പോലെ കരുതണം. അതിന് ശ്രമിക്കാം ഞാൻ. മോൾക്കിപ്പോ എന്തോ ചെറിയ മാറ്റമുണ്ട്. അതൊരു പക്ഷേ ഏട്ടത്തെ കണ്ടതിന്റെ ആവും. ഏട്ടത്തെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് മാളുവിനെ വഴിതെറ്റിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. ദയവ് ഇത് ഇനിയെങ്കിലും നന്മയുടെ ഭാഗത്ത് നിൽക്കണം മോള്. ആരാണ് ശരി, ആരാണ് തെറ്റെന്നുള്ളത് തിരിച്ചറിയണം.
അപ്പച്ചിയൊക്കെ ആഗ്രഹിക്കുന്നത് മാളും കാർത്തും ഒന്നിച്ച് പോണേന്നാ. ഏട്ടത്തെ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ശരി, കാർത്തും മാളും ഒന്നിച്ചിരിക്കുന്ന കണ്ട അപ്പച്ചിയുടെ മനസ്സ് നിറയും. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയെല്ലാം മാളുവിന്റെ ഇഷ്ടം. ഐസിയിൽ വന്നപ്പോ കാർത്തുവിനോട് കാട്ടിയ സ്നേഹം അതേപടി നിലനിൽക്കുന്നു തന്നെയാ ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാരമില്ല മോളെ, മോള് ചെയ്യാനുള്ളത് ചെയ്തു. അതിനുള്ള പ്രതിഫലം അവളല്ലേ തരേണ്ടത്, ദൈവമാണ്. അത് മോൾക്ക് ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. മഞ്ജു എടുത്തി മാളും ഒക്കെ എന്നെ ഇത്രയൊന്ന് സ്നേഹിച്ചാ മതി അമ്മ, അംഗീകരിച്ചാ മതി. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. നടക്കില്ല മോളെ. മോൾ ആഗ്രഹിക്കുന്ന പോലെ അവരൊരിക്കലും മാറില്ല. മോളെ സഹായിക്കാൻ മറ്റാരെങ്കിലും കണ്ടെത്താന്ന് പറഞ്ഞതാ. എന്നിട്ടും കാർത്തു ഒരേ നിൽപ്പ് നിന്നു. കണ്ണനും കാർത്തുവിനെ പിന്തുണച്ചു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒന്നും പ്രതീക്ഷിച്ചല്ല കാർത്തു അങ്ങനെയൊക്കെ ചെയ്തത്. എങ്കിലും ആ കുട്ടിയുടെ ഉള്ളിന്റെ ഉള്ളിൽ കാണും, മോളെ സഹായിച്ചത് കാർത്തുവാണെന്ന് അറിയുമ്പോഴെങ്കിലും മോള് കാർത്തുവിനെ സ്നേഹിക്കുമെന്ന്. അതുപോലെ ഉണ്ടായില്ലെന്ന് പറയുമ്പോ ഇനി എന്നാ മോളുടെ മനസ്സൊന്ന് മാറുന്നത്? മോളെന്താ ഒന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനില്ല. അപ്പോ മഞ്ജുവിനൊപ്പം ചേർന്ന് ഇനിയും കാർത്തുവിനെ വേദനിപ്പിക്കാനാണോ പുറപ്പാട്? എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നെ കൊന്നിട്ട്. എന്റെ ജീവൻ എടുത്തിട്ടേ ഇനി നിങ്ങൾ കാർത്തുവിനെ കരയിക്കാൻ പാടുള്ളൂ. കാർത്തൂനോട് എന്താ അമ്മയ്ക്ക് ഇത്രയും സ്നേഹം? എന്റെ മോൾക്ക് കരള് ദാനം ചെയ്തൊരു പെൺകുട്ടിയെ പിന്നെ ഞാൻ സ്നേഹിക്കണ്ടേ? അതിനു മുമ്പും അമ്മയ്ക്ക് കാർത്തൂനോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. അവള് ദൈവത്തെ അറിഞ്ഞ കുട്ടിയാ. അത് മനസ്സിലാക്കിയിട്ടാ അമ്മ കൂടെ നിന്നത്. അത് എത്ര തവണ ഞാൻ പറഞ്ഞു. അത് മാത്രാണോ കാരണം? അതെ, അത് മാത്രമാണ്. ഞാനും മോളുടെ മുത്തശ്ശനൊക്കെ കാർത്തൂനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം. കാർത്തൂന് മോളെ കാണാൻ മറ്റാരേക്കാളും ആഗ്രഹമുണ്ട്. അരുൺ ഇങ്ങോട്ട് വന്നപ്പോ ഉറപ്പായിട്ടും അവന്റെ കൂടെ കാർത്തു വരേണ്ടതാ. പിന്നെ മോൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്ര വരാതിരുന്നത്. ആ കുട്ടി പാവമല്ലേ മോളെ? ഇവിടേക്ക് വരുമ്പോ മോളവളെ സ്നേഹിച്ചില്ലെങ്കിലും അവളോട് നല്ല നാല് വർത്താനം പറഞ്ഞൂടെ? കാർത്തു ഇങ്ങോട്ട് ഇഷ്ടം കാട്ടുമ്പോ അത് നിഷേധിക്കാതിരുന്നൂടെ? മഞ്ജു സ്വത്തിനും പണത്തിനും വേണ്ടി ജീവിക്കുന്നവളാ. അത് നഷ്ടപ്പെടുമെന്ന് കണ്ട എല്ലാവരെയും വെറുക്കും, മോളെ പോലും. എന്നാ അതുപോലെയല്ല കാർത്തു. മോൾക്ക് സ്വന്തം ചേച്ചി പോലെ കാർത്തൂനെ കാണാം, അടുത്ത് നിർത്താം. അങ്ങനെ ചെയ്ത സ്വന്തം ഹൃദയം പറിച്ചു തരുന്ന കൂട്ടത്തിലാ കാർത്തു. അതെന്താ മോൾക്ക് മനസ്സിലാവാത്തത്? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിനക്ക് എന്നോട് പ്രേമമുണ്ടെന്ന്. നീ ദേഷ്യപ്പെടുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതാണ് സത്യം. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി ഏതെങ്കിലും ഭാര്യമാര് അപ്രിയ സത്യം വിളിച്ചു പറയോടി. ഞാനത് വിളിച്ചു പറഞ്ഞത് നിങ്ങളോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല, അയാളുടെ ശല്യം തീരാനാ. ആ ശല്യം തീർന്നാലേ നമ്മുടെ കാര്യം സ്മൂത്ത് ആകുള്ളടി. എന്തിനാ മനുഷ്യ ഈ പ്രായത്തിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? മോക്ക് മാത്രമല്ല മരുമോനും എന്നെ സംശയ. മരുമോൻ എടി, അവന്റെ ഭാര്യ, അതായത് നിന്റെ മോള് ഒരുത്തനൊപ്പം തെണ്ടി തിരിയുന്നതേ ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ഇപ്പൊ മോളെ പോലെയായി അമ്മയും. ഇങ്ങനെ ഒരു അമ്മ വളർത്തുന്ന മോള് വഴി തെറ്റിയില്ലെങ്കിൽ അത്ഭുതമുള്ളെന്ന് അമ്പലത്തിൽ തൊഴാൻ വരുന്ന ഒരുത്തി പറയുന്നത് ഞാൻ കേട്ടതാ. നിങ്ങൾ തന്നെ പറഞ്ഞു കിടക്കുക ഞാൻ നിങ്ങളും തമ്മിൽ അടുപ്പമുണ്ടെന്ന്. അങ്ങനെയെങ്കിലും നീ അടുക്കട്ടെ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് നിങ്ങളുടെ സ്വപ്നം മാത്ര.
ഈ ജന്മം എന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴിയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. 3 നേരം ഉണ്ണാനില്ലാതെ വരുമ്പോഴേ നീ എന്റെ അടുത്ത് വരുവടി. അങ്ങനെ ഒരു അവസ്ഥ വന്നാ മുന്നിലൊരു പുഴയുണ്ട്. ഇപ്പൊ നല്ല മഴയായതുകൊണ്ട് വെള്ളം കയറി കിടക്കുക. ഒന്ന് ചാടിയാ തീരാവുന്നതേ ഉള്ളൂ. ഞാനത് ചെയ്യും, നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട്. അയ്യോ സുധേ, നീ അബദ്ധമൊന്നും കാണിക്കരുത്. കാണിക്കോടോ, അത്രയ്ക്ക് മടുത്തു. മാളു, മോളെ, മാളു, 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 മോളെ. എന്താ കൊച്ചമ്മേ, മോളെവിടെ? കാണുന്നില്ല. എല്ലായിടത്തും നോക്കി പുരുഷേട്ടാ, കാണുന്നില്ല. താഴോട്ട് എങ്ങാനും വന്നിരുന്നോ? ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം താഴേക്ക് വരാറില്ലായിരുന്നു. ശരത്തേട്ടനാണെങ്കിൽ രാവിലെ നടക്കാൻ പോയതാ. അപ്പോ കൂടെ എങ്ങാനും പോയിരുന്നോ? ഇല്ല, എന്റെ കയ്യിൽ നിന്ന് കട്ട വാങ്ങി കുടിച്ചിട്ടല്ലേ സാറ് പോയത്. പിന്നെ ഇത് എവിടെ പോയി എന്തോ? കൊച്ചമ്മ മുറിയിൽ എല്ലായിടത്തും നോക്കിയായിരുന്നോ? എല്ലായിടത്തും നോക്കി. അവളെ കാണാനില്ലെന്ന് മാത്രമല്ല, വിളിച്ചിട്ട് വിളിയും കേൾക്കുന്നില്ല. മോളെ, മാളു, മാളു. എന്താ? അങ്കിള് വിളിച്ചിരുന്നു. മാളു ഇങ്ങോട്ട് വന്നോന്ന് ചോദിച്ചു. രാവിലെ അപ്പച്ചി എന്ന് നോക്കിയപ്പോ മാളുവിനെ കാണാനില്ലെന്ന്. അയ്യോ, മുറിവ് പോലും കരിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ അവൾ എവിടേക്ക് പോവാനാ? ഒന്നും അറിയില്ല. ഇവിടെ വന്നു എന്നാണ് അവരെല്ലാം കരുതിയിരിക്കുന്നത്. ഇവിടെ വന്നില്ല എന്നറിഞ്ഞപ്പോ അങ്കിൾ ആകെ അപ്സെറ്റായി. എന്റെ അമ്മയോ? അവർക്ക് സന്തോഷമായി കാണും. എത്രയൊക്കെ ആയാലും ഇളയ മോളല്ലേ, പിന്നെ അപ്പച്ചി സന്തോഷിക്കുവോ? ഒരുത്തി കരള് ദാനമായിട്ട് കൊടുത്തില്ലേ, അത് പറഞ്ഞ് ഏത് നേരവും മാളുവിനെ വിഷമിപ്പിച്ചു കാണും. എന്നെ വെറുക്കണമെന്നും അവളെ സ്നേഹിക്കണമെന്നും മാളുവിന്റെ അടുത്ത് പറഞ്ഞു കാണും. ശല്യം സഹിക്കാൻ വയ്യാതെയായിരിക്കും അവളെ വീട് വിട്ടു പോയത്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്കിളിന്റെ സംസാരത്തില് നല്ല ഭയം ഉണ്ടായിരുന്നു. മാളു ഇനി ആത്മഹത്യക്ക് മറ്റും ശ്രമിച്ചിട്ടുണ്ടാവോ? അവൾക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അമ്മ പെരുമാറി എന്നുള്ള കാര്യം ഉറപ്പാ. എന്ത് കാര്യമുണ്ടെങ്കിലും നിന്നോട് പറയുന്നതാണല്ലോ. അതെ, എന്നോട് പറയാതെ മാളു ഒന്നും ചെയ്യില്ല. ഇവിടെ പിന്നെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. എന്റെ അമ്മയെന്ന് പറയുന്നവരുണ്ടല്ലോ, അവര് മക്കളെ കൊല്ലാനായിട്ട് തന്നെ ജീവിക്കുക. ഇപ്പോ സ്വന്തം മക്കളെ തള്ളിക്കളഞ്ഞിട്ടും ഒരു അനാഥ പെണ്ണിന്റെ പിന്നാലെ പോയപ്പോ സത്യം പറഞ്ഞ എനിക്ക് പോലും മരിക്കാൻ തോന്നിയതാ. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് വഴക്കുണ്ടാക്കിയതാ. അവള് കരള് ദാനം ചെയ്യുന്നതിന്റെ പേരില്. എന്നിട്ടും മാളുവിനെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. അവസാനം സത്യം അറിഞ്ഞ മാളുവിന് അത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നേരത്തെ അവളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മരിച്ചാലും ശരി, അങ്ങനെ ഒരു സഹായം വേണ്ടെന്ന് പറഞ്ഞേനെ. ചിലപ്പോ കുറച്ചു കഴിഞ്ഞ് വന്നേക്കും. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് പോവും. അവിടെ ചെല്ലുമ്പോഴും വന്നിട്ടില്ലെങ്കിൽ അവരെ പൊരിക്കണോ എനിക്ക്? എന്റെ അമ്മ എന്ന നന്ദി കെട്ട സ്ത്രീയെ.